ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെയും അതുപോലെ ഒരു മസാല നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ബെൽസാനോയുടെ ന്യൂട്രി ബ്ലെൻഡറാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല സ്പേസ് സേവിങ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡറാണിത്. നമുക്കിതിൻ്റെ ഈ ഒരു പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ ഇതാണ് അതിൻ്റെ ആ ഒരു ബേസ്. മോട്ടറൊക്കെ ഇതിലാണുള്ളത്. ഇതിനൊരു 5 ഇയർ വാറണ്ടിയും ഉണ്ട്. നല്ല സ്പേസ് സേവിങ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡറാണിത്. അതുപോലെ ഇതതിൻ്റെ ആ വലിയ ജാറാണ്. 500 ml ജാറാണിത്. നമുക്ക് ഇതിനകത്ത് സ്മൂത്തി തയ്യാറാക്കാനും അതുപോലെ ഗ്രൈൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അതിൻ്റെ ചെറിയ ജാറാണ്. ഇത് 250 ml ജാറാണ്. ഇതിനകത്ത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജാറാണിത്. സാധാരണ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ മിക്സിയിലൊക്കെ നമ്മളൊന്ന് അരച്ചെടുക്കും. അത്ര നമ്മൾ ഫൈനായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടത്തില്ല. ഇപ്പോൾ തേങ്ങാ ചമ്മന്തിക്കൊക്കെ കുറച്ച് തേങ്ങ നമ്മൾ അരച്ചെടുക്കുമ്പം അത്ര ഫൈനായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടത്തില്ല. ആ ഒരു കേസൊക്കെ നമുക്ക് ഈ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു സർജിക്കൽ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഒരു സ്മൂത്തി തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ പഴം വെച്ചിട്ടുള്ള സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് പഴം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ബദാമും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ ചേർത്ത് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ മിക്സിയിൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുമ്പം അണ്ടിപ്പരിപ്പൊക്കെ അരയാതെ കിടക്കും. പക്ഷേ ഈ ഒരു ബ്ലെൻഡറിലാണെങ്കിൽ എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ. ഇത്രയും നാളും ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു ബ്ലെൻഡറാണിത്. ഇനി നമുക്കിതിനകത്ത് സ്പൈസസ് ഒക്കെ എങ്ങനെയാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് നോക്കാം. ഇതിപ്പം ഗരം മസാലയുടെ ആ ഒരു മിക്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ സ്പൈസസും ഉണ്ട്. ഏലക്കയും കുരുമുളകും എല്ലാം ഉണ്ട്. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം അതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് നമുക്ക് ഈ ചെറിയ ബ്ലെൻഡറിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. BPA ഫ്രീ ആയിട്ടുള്ള ബ്ലെൻഡർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ബ്ലെൻഡ് ചെയ്യേണ്ട ഫുഡെല്ലാം നമുക്കിതിനകത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏത് സ്പൈസസ് വേണമെങ്കിലും നമുക്കിതിനകത്ത് നല്ല ഫൈനായിട്ട് തന്നെ ഇതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ബ്ലെൻഡറിന് 1 ഇയർ വാറണ്ടിയും ഉണ്ട്. അതുപോലെ ഈ ഒരു ബ്രാൻഡിന് 115+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും ഉണ്ട്. എനിക്കിതിപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു ബ്ലെൻഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി.